ചരിത്രത്തിലാദ്യമായി 3 വമ്പൻ രാജ്യങ്ങളെ നോക്കുകുത്തിയാക്കി ഇന്ത്യയുടെ പുതിയ പ്രതിരോധ നീക്കം. ചൈനയുടെയും പാകിസ്ഥാന്റെയും സൈനിക നീക്കങ്ങളെ പൂർണ്ണമായി നിഷ്പ്രഭമാക്കാൻ പോകുന്ന ഒരു വമ്പൻ ഇലക്ട്രോണിക് ബ്രഹ്മാസ്ത്രം ഇന്ത്യൻ നാവികസേന സ്വന്തമാക്കിയിരിക്കുന്നു. ശത്രുക്കളുടെ അത്യാധുനിക പോർ വിമാനങ്ങളെയും മിസൈലുകളെയും ആകാശത്ത് വെച്ച് തന്നെ വഴിതെറ്റിക്കാൻ ശേഷിയുള്ള ജാമറുകളാണ് ഇന്ത്യ ഇപ്പോൾ വിന്യസിക്കുന്നത്. എന്നാൽ ഈ ആയുധത്തിന്റെ വമ്പൻ സവിശേഷത ഇതൊന്നുമല്ല, അതൊരു വമ്പൻ സസ്പെൻസ് ആണ്. അതെന്താണെന്നറിയാൻ തുടർന്ന് കേൾക്കുക. വെറും 449 കോടി രൂപ ചെലവഴിച്ചാണ് 20 അത്യാധുനിക ഗ്ലോബൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം ജാമറുകൾ അഥവാ GNSS ജാമറുകൾ വാങ്ങാൻ ഇന്ത്യ ഔദ്യോഗിക കരാറിൽ ഒപ്പുവെച്ചത്. പൂർണ്ണമായും തദ്ദേശീയമായി നിർമ്മിക്കുന്ന ഈ സിസ്റ്റം തയ്യാറാക്കുന്നത് ബംഗളൂരുവിലെ പ്രമുഖ പ്രതിരോധ സ്ഥാപനമായിട്ടുള്ള അക്കൗട്ട് സോഫ്റ്റ്വെയർ ആൻഡ് സിസ്റ്റംസ് ആണ്. ഇനി ആ സവിശേഷത എന്താണെന്ന് പറയാം. ഇതൊരു സാധാരണ സിസ്റ്റം അല്ല. അമേരിക്കയുടെ GPS, റഷ്യയുടെ ഗ്ലോനാസ്, ചൈനയുടെ ബെയ്ഡു എന്നീ ലോകത്തിലെ ഏറ്റവും വലിയ 3 സാറ്റലൈറ്റ് നെറ്റ്വർക്കുകളെയും ഒരേ സമയം ജാം ചെയ്യാനും സ്തംഭിപ്പിക്കാനും ഈ പുതിയ ഇന്ത്യൻ സിസ്റ്റത്തിന് സാധിക്കും. അമേരിക്കൻ GPS-നെ ആശ്രയിക്കുന്നത് ഒഴിവാക്കാൻ ചൈന സ്വന്തമായി വികസിപ്പിച്ച ബെയ്ഡു സിഗ്നലുകൾ അവർ പാകിസ്ഥാൻ നൽകിയിരുന്നു. ഇതിന്റെ പിൻബലത്തിലാണ് പാകിസ്ഥാൻ പോർ വിമാനങ്ങളും ക്രൂയിസ് മിസൈലുകളും പ്രവർത്തിക്കുന്നത്. എന്നാൽ DRDOയുമായി ചേർന്ന് ഇന്ത്യയുടെ സ്വന്തം സാറ്റലൈറ്റ് സിസ്റ്റമായിട്ടുള്ള നാവിക് ചിപ്പ് നിർമ്മിച്ച അതേ കമ്പനി ഈ പുതിയ ജാമർ രംഗത്തിറക്കുന്നതോടെ ചൈന പാക് കൂട്ടുകെട്ടിന്റെ കോടിക്കണക്കിന് ഡോളർ വിലമതിക്കുന്ന ആയുധങ്ങൾ വെറും തകരപ്പാട്ടകളായി മാറും. ഇതൊരു കേവലം സിഗ്നൽ ബ്ലോക്കിംഗ് സംവിധാനം മാത്രമാണെന്ന് തെറ്റിദ്ധരിക്കരുത്. മറിച്ച് ശത്രുവിന്റെ ആയുധങ്ങളെ റാഞ്ചാൻ കഴിവുള്ള അതിമാരകമായിട്ടുള്ള സ്പൂഫിംഗ് സാങ്കേതിക വിദ്യ കൂടിയാണിത്. അതായത് പാകിസ്ഥാൻ ഇന്ത്യക്ക് നേരെ ഒരു ക്രൂയിസ് മിസൈൽ തൊടുത്താൽ ഈ ജാമർ ആ മിസൈലിന്റെ കമ്പ്യൂട്ടറിലേക്ക് തെറ്റായ കോർഡിനേറ്ററുകൾ നൽകുകയും ആ മിസൈൽ തിരിഞ്ഞുപോയി പാകിസ്ഥാന്റെ തന്നെ ഏതെങ്കിലും താവളങ്ങളിൽ പതിക്കുകയും ചെയ്യും. ഇന്ത്യയാണ് ഇത് ചെയ്തതെന്ന് തെളിയിക്കാൻ അവർക്ക് ഒരിക്കലും കഴിയില്ല എന്നതാണ് ഇതിലെ ഏറ്റവും വലിയ തന്ത്രം. സാങ്കേതിക വിദ്യയിൽ ഇന്ത്യൻ തലച്ചോറുകൾ ഇതുവരെ പണിയെടുത്തിരുന്നത് അമേരിക്ക ഉൾപ്പെടെയുള്ള മറ്റ് രാജ്യങ്ങൾക്ക് വേണ്ടിയായിരുന്നെങ്കിൽ ഇന്ന് അത്തരം തലച്ചോറുകളെ നമ്മുടെ സ്വന്തം രാജ്യത്തിന് വേണ്ടി ഉപയോഗിക്കാൻ കഴിയുന്നു എന്നതാണ് മോദി സർക്കാരിന്റെ ഏറ്റവും വലിയ നേട്ടങ്ങളിലൊന്ന്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൊണ്ടുവന്ന സ്റ്റാർട്ടപ്പ് ഇന്ത്യ, പ്രതിരോധ മേഖലയിലെ ഐഡെക്സ്, ആത്മനിർഭർ ഭാരത് തുടങ്ങിയ പദ്ധതികളുടെ ഏറ്റവും ഗംഭീരമായ വിജയമാണത്. ഇനി ഇന്ത്യൻ മഹാസമുദ്രത്തിലും അറബിക്കടലിലും ആരുടെ സാറ്റലൈറ്റുകൾ പറന്നാലും അതിൽ നിന്നുള്ള സിഗ്നലുകളെ തെറ്റിദ്ധരിപ്പിച്ച് അതിന് ഫാൾസ് ഡാറ്റകൾ നൽകാൻ ഇന്ത്യക്ക് കഴിയും. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ഇന്ത്യയുടെ തലയ്ക്ക് മുകളിൽ നിൽക്കുമ്പോൾ ആ സാറ്റലൈറ്റുകളുടെ റിമോട്ട് അത് ആരുടെ ആയാലും അതിന്റെ കൺട്രോൾ സ്വിച്ച് ഇന്ത്യയുടെ കൈകളിലായിരിക്കും. മറ്റു രാജ്യങ്ങളുടെ ആയുധങ്ങൾക്കായി കാത്തുനിന്നിരുന്ന ഒരു കാലത്ത് നിന്ന് ലോകത്തിലെ വമ്പൻ ശക്തികളുടെ സാറ്റലൈറ്റ് ശൃംഖലകളെ വരെ സ്തംഭിപ്പിക്കാൻ കഴിയുന്ന ഒരു പ്രതിരോധ സാങ്കേതിക വിദ്യ സൂപ്പർ പവറായി ഭാരതം മാറിയിരിക്കുന്നു. വെറും 449 കോടി രൂപ മാത്രം മുടക്കി ഇലക്ട്രോണിക് വാർഫെയറിലൂടെ ലക്ഷക്കണക്കിന് കോടികളുടെ ശത്രു ആയുധങ്ങളെ തകർക്കുന്ന ഈ സാങ്കേതിക വിദ്യ അമേരിക്കയെ പോലും ഞെട്ടിച്ചിരിക്കുകയാണ്. ഇത്രയും ചെലവ് ചുരുക്കി എന്നാൽ ഇത്രയും എഫിഷ്യന്റ് ആയ ഉൽപ്പന്നങ്ങൾ സൃഷ്ടിക്കാനുള്ള സാങ്കേതിക തികവ് ഇന്ന് ലോകത്തിൽ ഇന്ത്യക്ക് മാത്രമാണുള്ളത്. ബഹിരാകാശ സാങ്കേതിക വിദ്യയിൽ നമ്മൾ മുൻപത് കണ്ടതാണ്. ഇപ്പോഴിതാ പ്രതിരോധ സാങ്കേതിക വിദ്യയിലും നമ്മൾ തെളിയിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് മലയാളം.